ഹായ് എവരിവൺ, all of you വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ജോബ് ഡീറ്റെയിൽസ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് 2025 സെക്യൂരിറ്റി ഓഫീസർ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കി. ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഇന്ത്യയിലുടനീളമുള്ള 10 സെക്യൂരിറ്റി ഓഫീസർ തസ്തികകളാണ് ഇവ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 18/2/2025 മുതൽ 4/3/2025 വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് ഹൈലൈറ്റുകളാണ്. സ്ഥാപനത്തിൻ്റെ പേര് ബാങ്ക് ഓഫ് ഇന്ത്യ, തസ്തികയുടെ പേര് സെക്യൂരിറ്റി ഓഫീസർ, ജോലി തരം ബാങ്കിങ് മേഖലയിലാണ്, റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. വേക്കൻസികൾ വന്നിട്ടുള്ളത് 10 ആണ്. വേക്കൻസി കുറവാണെന്ന് വിചാരിച്ചിട്ട് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട, മാക്സിമം അപ്ലൈ ചെയ്യുക. നല്ല ശമ്പളത്തിൽ ജോലി ലഭിക്കുന്നതാണ്. ജോലി സ്ഥലം ഇന്ത്യയിലുടനീളം. ശമ്പളം 64,820 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി. പിന്നീട് 93,960 രൂപ വരെ പ്രതിമാസം ലഭിക്കുന്നതാണ്. അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 18/2/2025. അവസാന തീയതി 4/3/2025 ആണ്. നെക്സ്റ്റ് പറയുന്നത് സാലറി ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. പ്രായപരിധി കുറഞ്ഞത് 25 വയസ്സ്, പരമാവധി പ്രായം 40 വയസ്സാണ്. എല്ലാ ഇളവുകളും ഉൾപ്പെടെ. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ തത്തുല്യം, കുറഞ്ഞത് 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിൽ സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബിരുദ തലത്തിലോ അതിനുശേഷമോ ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ അനുബന്ധ പേപ്പർ ഒരു വിഷയമായി പഠിക്കേണ്ടത് നിർബന്ധമാണ്. പരിചയം: സ്ഥാനാർത്ഥി കരസേന, നാവികസേന, വ്യോമസേനയിൽ കുറഞ്ഞത് 5 വർഷത്തെ കമ്മീഷൻ സർവീസുള്ള ഓഫീസർ ആയിരിക്കണം. അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് റാങ്കിൽ കുറയാത്തതും കുറഞ്ഞത് 5 വർഷത്തെ സർവീസും ഉള്ളതുമായ ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം. അല്ലെങ്കിൽ കുറഞ്ഞത് 5 വർഷത്തെ സർവീസും അസിസ്റ്റൻ്റ് കമാൻഡറിന് തുല്യമായ റാങ്കും ഉള്ളവർ ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ജനറൽ, OBC, EWS കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 850 രൂപയാണ്. SC, ST, PWBD കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 175 രൂപയാണ്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. വ്യക്തിഗത അഭിമുഖം അല്ലെങ്കിൽ ഗ്രൂപ്പ് ചർച്ച വഴിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ലഭിക്കുന്ന അപേക്ഷകളുടെ എണ്ണത്തെ ആശ്രയിച്ച് GD നടത്തും. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യതയുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കുക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക. 2025 ഫെബ്രുവരി 18 മുതൽ 2025 മാർച്ച് 4 വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.